ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് അത് ഐസിങ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇത് 1 kg ഒരു റെസിപ്പിയും 2 kg ഒക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് 2 8 ഇഞ്ചിൻ്റെ പാനിൽ 2 kg ബാറ്റർ ഒരേ സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കിതിനി ഐസിങ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ഞാനിതിൽ കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 കേക്കിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ നമ്മളെ കേക്കിൽ, നമ്മളിത് പൊടിച്ചിട്ടിടുന്ന ആ ഒരു ഡിസൈനാണ് ഞാനിതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ടിത് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 കേക്കൊക്കെ ഓർഡർ ഒരേ കേക്ക് വരുമ്പോൾ നല്ല ഈസിയാണല്ലേ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ 2ൽക്കും ഒരേ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2 കേക്കും 3 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഫോട്ടോസ് അവരുണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും കാണുന്നുണ്ട്, റിപ്ലൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും റിപ്ലൈ തരാത്തുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒന്നുകൂടി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാനിപ്പം ക്രീം ചീസാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീണ്ടും കമൻസ് പുതിയ വീഡിയോയിൽ വരുന്ന വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത്, ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെൻ്റെ പഴയ വീഡിയോസ് കാണാതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ക്രീം ചീസ് ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫസ്റ്റ് ലെയർ, അപ്പോൾ 2 ടേബിളിൽ ഒരേ സമയം തന്നെ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും നല്ല ഒരേ 10 ടേബിൾ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അടുത്ത് ഒന്ന് നമ്മളെ പഴയ 10 ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അത്ര സ്പീഡില്ല. എന്നാലും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഗണാഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ മിച്ചം വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഗണാഷാണ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടായാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ക്രീം ചീസും ഒക്കെ വരുമ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ക്രീം ചീസിലാണ്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടമാണ്. അതുപോലെ കൊണ്ടുപോയ പാർട്ടിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുപോയത് മറ്റാരുമല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ദാ ഇനി സെക്കൻഡ് ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഞാൻ സെക്കൻഡ് ലെയറിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്, വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ താഴത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള താഴ്ഭാഗം, അതാണ് ഞാൻ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കുക. ക്രീം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് ആണ് നമ്മൾ അപ്പം തന്നെ ക്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാം വൈറ്റ് കേക്കിൻ്റെ ഉള്ളിലൂടെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ എടുത്ത് പുറത്തോട്ടായിട്ട് കാണുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അത്. ക്രീം കോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സെക്കൻഡ് കോട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഫസ്റ്റത്തത് ക്രീം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇനി സെക്കൻഡ് കേക്കും ഇതുപോലെ ക്രീം കോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു പോർഷൻ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റിയിട്ടുള്ള ആ സ്പഞ്ച് ഉണ്ടല്ലോ അതൊന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു നേരിയ ചൂടിലാണ് കേട്ടോ ഇതൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിലാണ് ഇനി ഇതൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോഴാണ് നമുക്കത് ഒന്ന് കേക്കിലേക്ക് ഇടുമ്പോൾ നല്ല ഫൈനായിട്ട് വരുള്ളൂ കേട്ടോ, ഫൈൻ പൗഡറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ.
അപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നമ്മൾ കേക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിന് ഫൈനൽ കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് പാരറ്റ് നൈഫൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പലരും ഇപ്പോഴും എന്താ പറയുക, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടണില്ല, അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ ഒന്നാമത് വീഡിയോ സ്പീഡാക്കുന്നുണ്ട്, വോയിസ് സ്പീഡാക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഇതിൽ കാണിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ നിർത്തിയിട്ട് പോകട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഫുള്ളായിട്ട് ഇതിലിരുന്ന് കാണിച്ച് തരാൻ പറ്റില്ല. അപ്പോൾ നമ്മളും ടൈം എടുത്തിട്ടൊക്കെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് സ്പീഡ് വരിക. അതിനാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓരോ കേക്കും ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കേക്കിൽ നിന്നും ഓരോ ഐഡിയാസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് തന്നെ എക്സ്പേർട്ടാക്കി എടുക്കുക. ഇനിതാ നന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആ പൗഡർ ഇടാനുള്ളതാണ്, കേക്ക് പൗഡർ ഇടാനുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ കണ്ട് ഫിനിഷിംഗ് ഒന്നും വേണ്ടിയിട്ടില്ല, സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ സെക്കൻഡ് കേക്കും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കേക്ക് ഇവിടെ രണ്ടും പുറത്തെടുത്തിട്ട് ഇനി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള കേക്ക് ഇതിലേക്ക് അരിപ്പയിലൂടെ ഉണ്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിലാണ് നല്ല നൈസായിട്ട് കിട്ടും, നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ വിട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ നോർമൽ ഒരു റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവുന്ന ഒരു കേക്കാണല്ലോ. റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ഫേസ് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്രീം ഡെക്കറേഷനും ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും ഇത് ഒരേ ഡിസൈനിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഒന്നിലൊരു ബട്ടർഫ്ലൈയും അത് ഞാൻ നമ്മളെ ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഒന്നിലൊരു ഫ്ലവറുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഫേസ്ബുക്ക് ഐഡിയും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചിട്ട് അതിൻ്റെ കാരണം കൂടെ താഴെ പറഞ്ഞേക്കണേ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.